ഇന്ത്യ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ എവിടെ കയറി വേണേലും എന്തു പണിയും ചെയ്യും. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം ഇന്നലെ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ 5ാം വാർഷികമായിരുന്നു. അഫ്ഗാൻ്റെ എംബസിയിൽ അതിൻ്റെ ആഘോഷ പരിപാടികളിൽ ഇന്ത്യയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. വിദേശകാര്യ വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശ്, ഡയറക്ടർ സ്നേഹ എന്നിവരാണ് അവർ പങ്കെടുത്തപ്പോൾ അവരുടെ അഫ്ഗാനിസ്ഥാൻ്റെ ചാർജ് ദി അഫയേഴ്സ് അംബാസഡർ ഇല്ല. അംബാസഡർ വെക്കാൻ പറ്റാത്ത കാര്യം അറിയാമല്ലോ, പ്രേക്ഷകരോട് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് മുഫ്തി നൂർ അഹമ്മദ് നൂർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയണം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ 2021 ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാൻ്റെ ഭരണം പിടിച്ചെടുത്തു. അതിനുശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി. ഞങ്ങളെ ആരും പരിഗണിച്ചില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളെ പരിഗണിച്ചു. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് മരുന്നുകൾ തന്നു, ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ തന്നു, കമ്പിളികൾ വരെ തന്നു. അപ്പോൾ വാക്സിൻ തന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസുകൾ തന്നു. അങ്ങനെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അഫ്ഗാൻ്റെ എംബസികൾ അടച്ചുപൂട്ടിയപ്പോൾ ഇന്ത്യയിലെ അഫ്ഗാൻ്റെ എംബസി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെ സമ്മതിച്ചു. ഞങ്ങൾക്ക് ഒരിടത്തും അംബാസഡർമാരെ വെക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞപ്പോൾ ഇന്ത്യയും വെച്ചില്ല. പക്ഷേ ചാർജ് ദി അഫയേഴ്സ് റാങ്കിലേക്ക് ഒരാളെ വെച്ചു. അങ്ങനെ ഞങ്ങളുടെ പ്രതിനിധി ഇന്ത്യയിലുണ്ടായി. ഞങ്ങളുടെ മന്ത്രിമാർ സന്ദർശനം നടത്തിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അവരുടെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയിൽ വന്നത് മാത്രമല്ല, RSSൻ്റെ ഒരു പരിപാടി വരെ പങ്കെടുത്തു. വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പരിപാടി വരെ പങ്കെടുത്തു. എന്നിട്ട് ഈ നൂർ അഹമ്മദ് നൂർ ഇന്നലെ പറയുകയാണ്, മോദി, ജയശങ്കർ, ഇന്ത്യ അഫ്ഗാനികൾക്ക് താലിബാന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ചില ആളുകളോട് പറയും, നിങ്ങൾ താലിബാനികൾ വലിയ വർഗീയവാദികളാണ്, ഇസ്ലാമിക ഭീകരരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ അവൻ്റെ തോളെ കൈയിട്ട് നടക്കുകയാണ് എന്ന് പറയും. അങ്ങനെ ഒരു ആക്ഷേപം പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇതങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രോമാണ് BJPക്ക് ഇന്ത്യൻ ഭരണാധികാരികൾക്കെന്ന് പറയും. ഇസ്ലാമിക ഭീകരതയെ എതിർക്കുകയും ചെയ്യും, ഇസ്ലാമിക ഭീകരതയുടെ ആകത്തുകയായ താലിബാൻ്റെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും. ഇതിനകത്ത് വിശദീകരിക്കാനാവാത്ത ഒരു ഡിപ്ലോമസി ഇതിനകത്തുണ്ടോ? സുനിലിൻ്റെ ഓർമ്മയുണ്ടോ? ഞാൻ സുനിലിൻ്റെ ഓർമ്മ ഒരു കുറച്ച് പുറകോട്ടേക്ക് കൊണ്ടുപോകാം. ഇൻഡോ ടിബറ്റൻ അല്ല, ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, BRO. എൻ്റെ അച്ഛൻ അതിലുണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രഫ് ഉണ്ടല്ലോ, ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ്, ഇന്ത്യൻ സേനയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൈനികനായിരുന്നു എൻ്റെ അച്ഛൻ. ഓക്കെ അതാണ് ഈ ഇത്ര വാശിയുള്ള ദേശീയത എന്ന് പറയുന്നത്. ഞാനിപ്പോഴും പറയും, ഒരു സൈനികൻ്റെ മകന് മാത്രമേ ഇങ്ങനെ ഒരു വാശി വരുള്ളൂ. അല്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രഫ് എന്ന് പറഞ്ഞാൽ BROയുടെ ഭാഗമാണല്ലോ ഗ്രഫ്, ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സാണ്. അവരാണ് പട്ടാളത്തിൻ്റെ യുദ്ധമൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഏറ്റവും ആദ്യം പോകുന്ന അവരാണ്. റോഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, പാലങ്ങൾ അത് കഴിഞ്ഞിട്ട് അഴിച്ചു മാറ്റുക. ഇത് ബെയിലി പോലെയുള്ള പാലങ്ങളൊക്കെ ചെയ്യുന്ന ഗ്രഫാണ്. അപ്പം ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ വാജ്പേയിയുടെ ഭരണകാലത്ത് ഈ താലിബാനും ഒക്കെ പിടിമുറുക്കിയിരുന്ന കാലത്ത് അവിടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യ BROയുടെ ഒരു യൂണിറ്റിനെ വിട്ടിരുന്നു. അവരവിടെ വളരെ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് താലിബാൻ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ മറ്റേ ഒരു കറാസായി എന്നിട്ട് പറഞ്ഞ ആളായിരുന്നു അഹമ്മദ് കർസായി. അപ്പോൾ അവരതിലൊരു സോൾജിയറിനെ തട്ടിക്കൊണ്ടുപോയി, ഒരു മലയാളി സോൾജിയറിനെ, BROയുടെ. അപ്പോൾ മണിയപ്പൻ എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആലപ്പുഴക്കാരന്. ഈ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് അയാളുടെ വീട്ടുകാരും എല്ലാവരും തുടർച്ചയായിട്ട് വിദേശകാര്യ വകുപ്പിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അന്ന് വിദേശകാര്യ സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള അഹമ്മദായിരുന്നു. ഇവരെങ്ങനെയോ അയാളുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചപ്പോൾ അയാൾ ആദ്യം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അയാൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. വിളിക്കില്ലല്ലോ, ആരും വിളിക്കില്ലല്ലോ. അതിന് ആ മണിയപ്പനെ കൊന്നുവരും. നേരിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ഇൻ്റർവെൻഷൻ, നയതന്ത്രപരമായ രീതിയിലുള്ള ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ മണിയപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജീവൻ, ആ വീര സൈനികനും, അദ്ദേഹം സൈനികനാണ്, ജീവൻ സൈനികർ തന്നെയാണ്.
അത് കഴിഞ്ഞ് 2015 2016 മറ്റേ കൊടൈക്കനാലിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ അലക്സി പ്രേംകുമാർ, അയാൾ അഫ്ഗാനിസ്ഥാനിലെ മതപരിവർത്തനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ പള്ളിയിലച്ചന്മാർക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഓഫ് ഓൾ ദ പ്ലേസസ് അഫ്ഗാനിസ്ഥാൻ അവിടെയുള്ള കോയന്മാരെ മതം മാറ്റാൻ പോയി. അവർ ആ താലിബാൻ താഴിക്കകത്ത് തട്ടിക്കൊണ്ടുപോയി, അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നു പറഞ്ഞു അവർ. പക്ഷേ അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അവർ നിരന്തരം 24/7 എന്നുള്ള രീതിയിൽ അവർ എന്താണ് വിവിധ കേന്ദ്രങ്ങളുമായിട്ട്, അന്ന് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനായിട്ട് നയതന്ത്ര ബന്ധം ഇല്ല എന്ന് ഓർക്കണം. താലിബാന്റെ ആദ്യ വരവ് എന്തൊരു മുട്ട വക്കീൽ എന്നൊക്കെ പറഞ്ഞൊരു ചങ്ങാതി എന്നാണ്ടിട്ടാണ് അവരുടെ വിദേശകാര്യമന്ത്രി. അവരൊന്നും സംസാരിക്കാൻ കൂടി ഇല്ലല്ല, പക്കാ താലിബാൻ. താടിയും വെച്ച് കിട്ടണവനെ കൊല്ലണം എന്ന് പറഞ്ഞു നടക്കണ ടൊപ്പിവാല, താടിവാല, ലുങ്കിവാല. അയാളെ വിട്ടയച്ചു. സുഷമ സ്വരാജിൻ്റെ ഒറ്റ ഇൻ്റർവെൻഷൻ കൊണ്ട് ഈ അലക്സി പ്രേംകുമാറിനെ വിട്ടയച്ചു അവർ. അയാൾ തിരിച്ചിന്ത്യയിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തോലിക്കര് പിന്നെയും നരേന്ദ്രമോദിനെയും എന്താ പറയുക സുഷമ സ്വരാജിനൊക്കെ ചെറിയ പറഞ്ഞു. ദാറ്റ്സ് അനദർ തിങ്. ദാറ്റ്സ് അവരിൽ നിന്ന് അത്രേ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ മതി. 1999 തോന്നുന്നു ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം കാന്തഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അന്നൊന്നും നമുക്ക് യാതൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായിരുന്നില്ല അവരുമായിട്ട്. അന്ന് ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ IB-യുടെ ഒരു വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആയിരുന്നു. അദ്ദേഹമാണ് നേരിട്ട് ഹാൻഡിൽ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല ഗവൺമെൻറ്. ഈ എന്താ, അതുകൊണ്ടാണ് ആ വിമാനത്തിൽ യാത്രക്കാർ ആരോ 1-2 പേരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷേ എനിവേ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തു. അപ്പോഴും വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അജിത് ഡോവലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നെഗോഷിയേഷൻസ് നടത്തിയത് മുഴുവൻ അജിത് ഡോവലായിരുന്നു. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസിക്കെതിരെ ആക്രമണം നടന്നു. 10-12 പേരും വെടിവെച്ച് മരിച്ചു താലിബാൻ. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ഇപ്പം സുനിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു അഫ്ഗാനിസ്ഥാൻ മന്ത്രി പ്രസ്താവിച്ചത് ഓർമ്മയല്ലേ? ഇന്ത്യക്കാരുടെയും അഫ്ഗാനികളുടെയും ജനറ്റിക് കോഡ് ഒന്നാണ്. വി ആർ ബ്രദേഴ്സ്, വി ആർ സെപ്പറേറ്റഡ് ബൈ, മേ ബി വി ആർ സെപ്പറേറ്റഡ് ബൈ ബർത്ത്. നമ്മുടെ ജീവിതം ശരിയല്ലേ സാർ? പഴയ ഗാന്ധാരമാണ് അഫ്ഗാനിസ്ഥാൻ. അതെ, ഗാന്ധാരി അഫ്ഗാനിൽ നിന്ന് വന്നവരാണ്. അതെ, അത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞു അതെങ്ങനെ അയാൾ പറഞ്ഞ വിവരക്കേടാ, നമുക്ക് ഒരിക്കലും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത്. അപ്പം ഈ നയതന്ത്ര ബന്ധം എന്ന് പറയണേൽ ഭീകരവാദവും അതിനകത്ത് എന്താ പറയണ ഒരു ഘടകമാണെങ്കിൽ കൂടി അതിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സൗഹൃദം സാധ്യമാണ് എന്ന് നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ഗവൺമെൻറ് തെളിയിച്ചു കൊടുത്തു. അവർക്ക് ഈ പറഞ്ഞ പോലെ സുനിൽ പറഞ്ഞ പോലെ മരുന്നും ഒരു ഭൂമി കുലുക്കം ഉണ്ടായി അഫ്ഗാനിസ്ഥാനിൻ്റെ ഇടയ്ക്ക്. എന്തോരം എന്താ ഔഷധങ്ങളും അത്യാവശ്യ വസ്തുക്കളുമാണ് ഇന്ത്യയിൽ നിന്ന് സപ്ലൈ ചെയ്തതെന്നറിയാമോ? ഒരുപക്ഷെ പാകിസ്ഥാനോ ചൈനയോ കൊടുത്തേക്കായും കൂടുതൽ മെറ്റീരിയൽസ് ഇന്ത്യയാണ് കൊടുത്തത്. ഇതൊന്നും ഇന്ത്യ തിരിച്ചെന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ നല്ലൊരു ബന്ധമുണ്ടല്ലോ. പണ്ട് കാബൂളിവാല എന്നൊക്കെ പറഞ്ഞ നോവൽ ഓർമ്മയില്ലേ? ടാഗോറിന്റെ കഥ കാബൂളിവാല. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ എന്താ ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ എന്നൊക്കെ പറഞ്ഞ അതിർത്തി ഗാന്ധി. പിന്നെ നമ്മുടെ പല സിനിമാ നടന്മാരും ഹിന്ദി സിനിമാ നടന്മാരും ഒക്കെ പക്തൂണികളാണ്. എന്താ അവർ ദിലീപ് കുമാർ, പിന്നെ അതുപോലെ പ്രാൺ ആണോ അതോ രാജ് കപൂർ ഫാമിലി, അവരെല്ലാം ഈ എന്താണ് പറയണ നമ്മുടെ കരീം ലാലയുടെ വർഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അത് വേറെ കാര്യമില്ല സാർ. ഈ ജിയോ പൊളിറ്റിക്സിൽ ഞാൻ കാണുന്ന അങ്ങനെയല്ല. പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് ശത്രുതയിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് അവിടെ ഏറ്റവും വലിയൊരു അലൈ വേണം. അത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരേ മുസ്ലിങ്ങളും ഒരേ ഇസ്ലാമിക ജിഹാദിനും വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും ബദ്ധവൈരികളാണ്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഇൻ്റർസ്റ്റേറ്റ് സർവീസസ് PR ISI അവരുടെ മിലിറ്ററിയുടെ ഔദ്യോഗിക പബ്ലിക് റിലേഷൻസ് പറയുന്നത് ഇന്ത്യ കാബൂളിലേക്ക് ആയുധം കൊടുക്കുന്നു. ആ ആയുധം കാബൂൾ എംബസി വഴി ബലൂചിസ്ഥാന് കൊടുക്കുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വല്ലതും ഇപ്പോൾ അവർക്കുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട ആയുധങ്ങളാണ്. പക്ഷേ ഇന്ത്യ ഈ അടുത്ത കാലത്ത് 20-40 ഡസൻ കണക്കിന് ആംബുലൻസുകൾ കൊടുത്തു. ഈ ആംബുലൻസുകളിൽ നിറച്ച് ആയുധങ്ങൾ നിറച്ചാണ് ഇന്ത്യ കൊടുത്തയച്ചത് എന്നൊക്കെ
പാകിസ്ഥാൻ മീഡിയ പറയുന്നു. ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലവർക്കോ ബലൂചിസ്ഥാനിലെ റിബലുകൾക്കോ ആയുധം നൽകണ്ടെങ്കിൽ അത് ഇതിനെ കുറ്റം പറയാനായിട്ട് പാകിസ്ഥാൻ ഒരു യോഗ്യതയില്ല. ഈ കാശ്മീരിലുള്ള തീവ്രവാദികൾക്ക് മുഴുവൻ ആരാ ആയുധം കൊടുക്കണേ? പോയി ഇന്ത്യക്കാരെ കൊന്നയിച്ചു പോകാന്ന് പറഞ്ഞു ഒരു ഗതി. ഈ ഒരു ചൊല്ലില്ലേ, അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞു കടിക്കെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നവരെ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെട്ടിട്ടില്ല. ആ ഇന്ത്യയിൽ കശ്മീരിലും അതുപോലെ മറ്റ് പല പ്രദേശങ്ങളിലെ പാകിസ്ഥാനി ഏജന്റുമാരും ഒന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ ഇത് പറയുമ്പോൾ വേറെ ഇന്ത്യയുടെ പഴയ പോളിസിയൊക്കെ മാറി. ഡോവൽ ഡോക്ടറിൻ ഇങ്ങനെയൊന്നും അല്ല. മാത്രമല്ല, നമ്മൾ ഈ മ്യാൻമറിലെ കാര്യം കാണുന്നുണ്ടല്ലോ. മ്യാൻമറിൽ അരക്കൻ ആർമിയുണ്ട്. റഖൈൻ എന്ന് പറയുന്ന റീജിയൻ അരക്കൻ ആർമിയുടെ കീഴിലാണ്. ആ റഖൈൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയുള്ള സിദ്വേ പോർട്ട് നമുക്ക് വേണം. സിദ്വേ പോർട്ടിലൂടെ ഈ ചിക്കൻ നെക്കിന് ബദലായിട്ട് നമ്മളൊരു കലാദാൻ പ്രൊജക്റ്റ്, കലാദാൻ മൾട്ടി ട്രാൻസിസ്റ്റ് പ്രൊജക്റ്റ് എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് എന്ന് കണക്ട് ചെയ്യേണ്ടത് റഖൈനിലാണ്. റഖൈനിലെ സിദ്വേ പോർട്ടിലാണ്. അവിടുത്തെ ജുണ്ട ഭരണകൂടം ഈ ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അരക്കൻ ആർമി റഖൈൻ മേഖല പിടിച്ചെടുത്തു. എന്നിട്ട് സിദ്വേ പോർട്ട് വഴി നമ്മൾ കലാദാൻ പ്രൊജക്റ്റ് നടപ്പാക്കിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഒരു ഘട്ടത്തിൽ വലിയ ആവശ്യം, അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഉരുളക്കിഴങ്ങ് വേണം എന്ന് പറഞ്ഞു. നമ്മളൊരു കപ്പലിൽ ഉരുളക്കിഴങ്ങ് കയറ്റി സിദ്വേ പോർട്ടിൽ ഇറക്കി കൊടുത്തു. അതിനുശേഷം ചില വിദേശ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത, അതിനു മുമ്പ് ഈ ഉരുളക്കിഴങ്ങ് ഇന്ത്യൻ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതിന് മുമ്പ് അരക്കൻ ആർമിക്ക് വള്ളി ചെരുപ്പും കീറിയ ഉടുപ്പും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉരുളക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം അവർക്ക് മിലിറ്ററി ബൂട്ടുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും കിട്ടി എന്നൊരു കഥയുണ്ട്. അത് നടക്കുന്ന സംഭവം തന്നെയാണ്. അതിനകത്ത് വലിയ എക്സാഗ്രേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ത്യ ആയുധം കൊടുക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആയുധം കൊടുക്കുക ബലൂചിസ്ഥാൻ, അതിൽ വേറെ പല കാര്യമുണ്ട്. ഇപ്പൊ ഈ പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ബലൂചിസ്ഥാൻ അത് ആരുടെയാ? അത് വേറെ രാജ്യമായിരുന്നു, കലാത്തായിരുന്നു. ആ കലാട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മെർജ് ചെയ്യണം, ഇന്ത്യ ലയിക്കണമെന്ന് പറഞ്ഞു. 1947 ഓഗസ്റ്റ് 14 സ്വതന്ത്ര രാജ്യമായി മാറിയതാണ് കലാത്ത്. അത് കഴിഞ്ഞിട്ട് ജിന്ന പോയി പിടിച്ചെടുത്താണ് 3 മാസം. അതിന് മുമ്പ് ജിന്ന പോയി പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഖലാട്ട് ഇന്ത്യയിലേക്ക് പ്രതിനിധി നെഹ്റു പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞത് മുട്ടിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ എന്ന് നമ്മൾ ചെല്ലുന്നു. ഇന്ന് ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ആയിരുന്നെങ്കിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനായിട്ടൊരു കോമൺ ബോർഡർ വന്നേനെ. വക്കൻ പ്രൊവിൻസ്, സുനിൽ ഒരിക്കൽ പറഞ്ഞില്ലേ, വക്കൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ വീതിയുള്ള ഒരു റോഡുണ്ട്. അതുകൂടാതെ ഈ അഫ്ഗാനിസ്ഥാനും കൂടിയായിട്ട് നമുക്ക് ഒരു അഗ്രിമെൻ്റ്, ഒരു അതിർത്തി, കോമൺ അതിർത്തി ഉണ്ടാവുമായിരുന്നെങ്കിൽ നമുക്ക് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കായ കസാക്കിസ്ഥാൻ, പിന്നെ അതുപോലെ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒരു റോഡ് കിട്ടും. ആ റോഡ് വഴി നമുക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ, മറ്റേ രാജ്യങ്ങളൊക്കെ ലാൻഡ് ലോക്ക്ഡ് ആണ്, അവർക്ക് കടലൊന്നുമില്ല, അതുവഴി അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടാണ് ഈ ബ്രിട്ടീഷുകാരും പിന്നെ അവരുടെ വൈതാളികന്മാരും കൂടി ഈ ഇന്ത്യനെ ബൈഫർക്കേറ്റ് ചെയ്തത്. ഇന്ത്യയുടെ ബോർഡർ വരച്ചത് റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞൊരാളാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വരച്ചത്. അയാൾ ഇന്ത്യയിൽ വന്നിട്ട് കൂടിയില്ല. അയാളൊരു മാപ്പ് എടുത്തിട്ട് വര വരച്ചു. അതോടുകൂടി അത് അതിർത്തിയായി. അപ്പൊ ബലൂചിസ്ഥാനിലെ സൈനികർക്ക് ഇന്ത്യ ആയുധം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റുമല്ല. കാരണം പാകിസ്ഥാന്റെ അലിഗേഷനാണ്. ഇന്ത്യ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ പറഞ്ഞിട്ടില്ല, അത് പറയില്ല. പക്ഷേ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആർക്കും ഇന്ത്യനെ കുറ്റപ്പെടുത്താൻ പറ്റുമല്ല. പാകിസ്ഥാൻ ഇതുപോലെയുള്ള പ്രവർത്തിയല്ലേ. ഇപ്പൊ പഹൽഗാം കഴിഞ്ഞ് ആൾക്കാരെ ജാതി വിളിച്ചിട്ടല്ലേ തെരഞ്ഞു പിടിച്ചിട്ട്. പഹൽഗാമിന് ശേഷം വീണ്ടും കുൽഗാമിൽ രണ്ടുപേരെ വെടിവെച്ച് വന്നു. പേര് ചോദിച്ചിട്ട് ഹിന്ദു പേരാണെന്ന് അറിഞ്ഞപ്പോഴാണ് വെടിവെച്ച് വന്നത്. നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞില്ല അത് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാശ്മീരിനെ പാകിസ്ഥാനെ നേരിടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗം, ഒരു എന്താ പറയണേ, പാകിസ്ഥാൻ എങ്ങനെയാണോ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഒരിക്കൽ, പഴയ പ്രാചീന ഇന്ത്യയിൽ. അതെ. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്ന താലിബാൻ ഏറ്റവും വലിയ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളാണെന്നതിൽ തർക്കമൊന്നുമില്ല. അത് അവരുടെ കാര്യം. ഞാൻ മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവരവരുടെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയോ സ്കൂളിൽ വിടാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്തൊരു ശത്രു കിടക്കുന്നു, ആ ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളത് പഞ്ചതന്ത്രത്തിൽ പറയുന്നുണ്ട്. പഞ്ചതന്ത്രത്തിലൂടെ മഹാഭാരതത്തിൽ കൃഷ്ണൻ വരെ പറഞ്ഞിട്ടില്ല. അതെ, അതുകൊണ്ട് നമ്മൾ അടിയട എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പോയി പാകിസ്ഥാനിൽ അടിക്കും.
അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റ് ആരാന്ന് ചോദിച്ചാൽ പറയും ലോർഡ് കൃഷ്ണയാണ്. അതെ, അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ഈ നമ്മുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കറാണ് പറഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ ഡിപ്ലോമാറ്റ്, നയതന്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഏതായാലും ഇത് വലിയ അഭിമാനമുള്ളൊരു വാർത്തയാണ്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന വാർത്തയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ എംബസിയുടെ കാര്യം പറയുമ്പോഴത്തേ അഫ്ഗാനിസ്ഥാൻ്റെ എംബസിയുടെ മുന്നിലുള്ള ഈ കൊടിമരം ഉണ്ടല്ലോ, കൊടിമരത്തിൽ പഴയ അഫ്ഗാനിസ്ഥാൻ്റെ കൊടി ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരിപ്പുറത്ത് വേറെ കൊടി വെച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ കൊടി കയറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ അവരുടെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇവിടെ വന്നപ്പോൾ അയാൾ പത്രസമ്മേളനം നടത്തിയത് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ്റെ കൊടി വെച്ചിട്ടാണ്. നമ്മളത് അലോ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പരസ്യമായി മുഫ്തി നൂർ അഹമ്മദ് നൂർ ഇന്നലെ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇന്ത്യയെ, മോദിയെ, ജയശങ്കറിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള മീനിങ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കില്ല. മോദിയെ ചീത്ത പറഞ്ഞു നോക്കിയേ, അതൊരു വലിയ വാർത്ത. താലിബാൻ മോദിയെ ചീത്ത പറഞ്ഞു, നാളെ ഹെഡ്ലൈൻസാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും വിദഗ്ധമായ ഡിപ്ലോമസി ഇന്ന് നടത്തുന്നത് ഇന്ത്യയാണ്. അതും ഈ നരേന്ദ്രമോദി, ജയശങ്കർ, അജിത് ഡോവൽ കൂട്ടുകെട്ട്. അതെ. അതിൽ നിന്ന് ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കേൾക്കാനിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്ന, പറയാതിരിക്കുന്ന, അല്ലെങ്കിൽ വളച്ചൊടിക്കുന്ന വാർത്തകൾ അതിൻ്റെ ആക്ച്വൽ ഫോമിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ.